ക്ലാസ് എല്ലാവർക്കും നമ്മൾ ഇന്ന് കലണ്ടറിന്റെ ആദ്യത്തെ ഭാഗം ഇന്ന് നമുക്ക് ഒരു പാർട്ട് 1 എടുക്കാം. 2 പാർട്ടായിട്ട് തീരുള്ളൂ. നമുക്ക് ആവശ്യമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കേട്ടതിന് ചോദിക്കുന്ന ചോദ്യങ്ങൾ മാത്രം പരിചയപ്പെട്ട് അതിന്റെ അടിസ്ഥാനം ഉറപ്പിച്ചുകൊണ്ട് നമുക്ക് ക്ലാസ് ആരംഭിക്കാം. എല്ലാവർക്കും കലണ്ടർ കാണാലോ? 2024 കലണ്ടർ. എന്താണ് കലണ്ടറിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? കലണ്ടറെ കുറിച്ച് എല്ലാവർക്കും കുറെ പേർക്കൊക്കെ ധാരണ ഉണ്ടാവും, കുറെ പേർക്ക് അറിയാവുന്നതായിരിക്കും. എന്നാലും നമുക്കൊന്ന് പരിചയപ്പെട്ട കലണ്ടറിന്റെ ബേസിക് കാര്യങ്ങൾ പരിചയപ്പെട്ട് കലണ്ടറിന്റെ കുറച്ച് ചോദ്യങ്ങളും കൂടി പരിചയപ്പെട്ട് നമുക്ക് പോകാം. കലണ്ടറിന്റെ അടിസ്ഥാനം എന്താണ്? അടിസ്ഥാനം ബിൽഡിംഗ് ബ്ലോക്ക് 7 ദിവസങ്ങൾ. നമുക്കത് ഇവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. കാണാൻ പറ്റുന്നുണ്ടോ എല്ലാവർക്കും? ഇവിടെ കലണ്ടർ കാണാൻ പറ്റുന്നുണ്ടല്ലോ. കലണ്ടറിലെ 7 ദിവസങ്ങൾ അടങ്ങുന്ന ഒരു മാസങ്ങളിലെ 7 ദിവസങ്ങളായിട്ടാണ് അതിന്റെ ബിൽഡിംഗ് ബ്ലോക്ക് ആയിട്ടാണ് ഒരു അടിസ്ഥാനമായിട്ടാണ് കലണ്ടർ കടന്നു പോകുന്നത്. കലണ്ടറിൽ അടിസ്ഥാനമായിട്ടുള്ള 7 ദിവസം ഇത് ഓർമ്മയിലേക്ക് വെച്ചേക്കുക. നമുക്ക് അടുത്ത വരുന്ന ഇതിനകത്തൊക്കെ ആവശ്യമാണ്. അപ്പൊ ഒരാഴ്ച ആരംഭിക്കുന്നത് ഏത് ദിവസത്തിലാണ്? ഒരാഴ്ച ആരംഭിക്കുന്നത് ചിലർക്കെങ്കിലും ധാരണ ഉണ്ടാവും, ചിലപ്പോൾ തിങ്കളാഴ്ചയാണെന്നൊക്കെ തോന്നിയേക്കാം. ചിലർക്കെങ്കിലും, എല്ലാവർക്കും എന്നല്ല, ചിലർക്കെങ്കിലും ഞായറാഴ്ചയിലാണ്. നമ്മൾ കലണ്ടർ എടുത്ത് നോക്കുമ്പോൾ തന്നെ അറിയാലോ, ഞായറാഴ്ചയിലാണ് ഒരു ആഴ്ച ആരംഭിക്കുന്നത്. ഒരാഴ്ച ആരംഭിക്കുന്നത് ഞായറാഴ്ചയിലാണ്. അത് ഓർമ്മയിൽ വെക്കുക. പിന്നെ വർഷങ്ങൾ നമുക്ക് 2ആയിട്ട് തിരിക്കാം. വർഷങ്ങൾ എങ്ങനെ 2ആയിട്ട് തിരിക്കാം? വർഷങ്ങൾ 2ആയിട്ട് തിരിക്കുന്നത് എങ്ങനെയാണ്? സാധാരണ വർഷമെന്നും അഥവാ ഓർഡിനറി ഇയർ, അല്ലെങ്കിൽ പിന്നെ അതിവർഷമെന്നും ലീപ്പ് ഇയർ, അങ്ങനെ 2ആയിട്ട് തിരിക്കാം. സാധാരണ വർഷവും ലീപ്പ് ഇയറും. ഇപ്പൊ 2024 കലണ്ടർ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടല്ലോ. 2024 ഏത് വർഷമാണ്? ഏത് തരത്തിലുള്ളതാണ്? ഇതൊരു ലീപ്പ് ഇയർ ആണ്. 2024 4 വർഷം കൂടുമ്പോൾ ഫെബ്രുവരിയിൽ 29 ദിവസം ഉണ്ടാവും. ലീപ്പ് ഇയറിൽ അതിവർഷത്തിൽ എന്താണ് പ്രത്യേകത? 29 ദിവസം ഉണ്ടാവും ഫെബ്രുവരിയിൽ. അതിവർഷത്തിന്റെ പ്രത്യേകത എന്താണ്? അതിവർഷത്തിൽ 366 ദിവസം ഒരു വർഷത്തിലുണ്ടാകും. സാധാരണ വർഷത്തിലാണെങ്കിൽ ഫെബ്രുവരിയിൽ 28 ദിവസം ഉണ്ടാവുകയുള്ളൂ. 365 ദിവസമാണ് ഒരു വർഷത്തിൽ വരിക. ഒരു വർഷത്തിൽ 365 ദിവസങ്ങളാണ് വരിക. ഓക്കെ. പിന്നെ അടുത്ത പ്രധാനപ്പെട്ട 12 മാസങ്ങളാണ്. 12 മാസങ്ങളായിട്ടാണ് ഒരു വർഷത്തെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. ഈ കലണ്ടർ ഇപ്പൊ എല്ലാവർക്കും കാണാൻ സാധിക്കുന്നുണ്ടോ? ഒന്ന് കമന്റ് ചെയ്യാവോ? വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ടോ? ചാറ്റ് ചെയ്യാവോ? എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. കലണ്ടറിൽ ഈ മാസങ്ങളിൽ ചില പ്രത്യേകതകളുണ്ട്. കലണ്ടറിലെ എല്ലാ മാസവും ഒരേ ദിവസങ്ങളാണോ കടന്നു പോകുന്നത്? എല്ലാ മാസവും ഒരേ ദിവസങ്ങളാണോ? 31 ദിവസമുള്ള മാസങ്ങളില്ലേ? 29 ഉള്ള ഫെബ്രുവരി ഉണ്ട്, 28 ഉണ്ട്, നമ്മളിപ്പോ പഠിച്ചു. ചില മാസങ്ങൾ 30 ഇല്ലേ? ചില മാസങ്ങളിൽ 31 ഉണ്ട്, ചില മാസങ്ങളിൽ 30 ഉണ്ട്, ഫെബ്രുവരി 29 ഉണ്ട്. കേട്ടിട്ട് PSC പരീക്ഷകളിലൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് 30 ദിവസങ്ങളുള്ള മാസങ്ങളുണ്ട്. അത് ഏതൊക്കെയാണ്? 30 ദിവസങ്ങളുള്ള മാസങ്ങൾ ഏതൊക്കെയാണ്? ഏപ്രിൽ മാസത്തിൽ എത്രയുണ്ട്? കലണ്ടറിലേക്ക് ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. കാണാൻ പറ്റുന്നുണ്ടോ? ഏപ്രിൽ 30 ദിവസമല്ലേ ഉള്ളൂ. ഏപ്രിൽ 30 ദിവസമല്ലേ ഉള്ളൂ. ഏപ്രിൽ 30 ദിവസം ഉള്ളൂ. പിന്നെ ഏത് മാസം, ഏതിലേക്കാ 30 ദിവസം ഉള്ളൂ വരുന്നത്? ഏപ്രിൽ, ജൂണിൽ 30 ദിവസമല്ലേ ഉള്ളൂ. ഏപ്രിൽ 30, ജൂൺ 30, പിന്നെ ഏതാണ്? സെപ്റ്റംബർ 30 അല്ലേ ഉള്ളൂ. സെപ്റ്റംബർ 30, നവംബർ 30. ഈ മാസങ്ങളിലാണ് 30 ദിവസങ്ങൾ വരുന്നത്.
ഏതൊക്കെയാണ്? ഏപ്രിൽ മാസത്തിലുണ്ട്, ജൂൺ മാസത്തിലുണ്ട്. ഒരു നിമിഷം കേട്ടോ. ഏപ്രില് നമുക്ക് 30 ദിവസമാണ് വരുന്നത്. ജൂണില് 30 ദിവസമാണ് വരുന്നത്. പിന്നെ ഏതാണ്? സെപ്റ്റംബറിൽ നമുക്ക് 30 ദിവസമാണ് വരുന്നത്. നവംബറിൽ നമുക്ക് 30 ദിവസമാണ് വരുന്നത്. സ്ക്രീനിൽ എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഓക്കെ അല്ലേ? എല്ലാവർക്കും വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇത് ശ്രദ്ധിച്ചു നോക്കിക്കോളൂ. ഏപ്രിൽ, ജൂൺ, സെപ്റ്റംബർ, നവംബർ മാസങ്ങളിൽ 30 ദിവസമാണുള്ളത്. ബാക്കി എല്ലാ മാസങ്ങളിലും 31 ദിവസം ഉണ്ട്. ഫെബ്രുവരി ഒഴിച്ച്. ഫെബ്രുവരിയിൽ 28 ആകാം, 29 ആകാം. അതിവർഷമാണെങ്കിൽ അതിൽ 29 വരും. സാധാരണ വർഷമാണെങ്കിൽ, ലീപ് ഇയർ അല്ലാത്ത സാധാരണ വർഷമാണെങ്കിൽ, ഓർഡിനറി ഇയർ ആണെങ്കിൽ 28 ദിവസം വരും. ഇത്രയും കാര്യം ശ്രദ്ധിക്കുക. ഇനി കേട്ടതിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള തരത്തിലുള്ള ഒരു ചോദ്യമാണ് ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏതെല്ലാം മാസങ്ങളിൽ ഒരേ കലണ്ടർ ഉപയോഗിക്കാം എന്നൊരു ചോദ്യം കണ്ടോ? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഇതിന്റെ ഉത്തരം? കമന്റ് ഇടാൻ പറ്റുമോ? ഒരേ കലണ്ടർ ഉപയോഗിക്കാവുന്ന മാസങ്ങൾ ഏതൊക്കെയാണെന്ന് പറയാം. ഒരേ കലണ്ടർ ഉപയോഗിക്കാവുന്ന മാസങ്ങളാണ് മാർച്ച്, നവംബർ. ഓക്കെ, ഒരേ കലണ്ടർ ഉപയോഗിക്കാവുന്ന മാസങ്ങൾ ഏതൊക്കെയാണ്? നമുക്ക് കലണ്ടറിൽ തന്നെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഒരേ കലണ്ടർ ഉപയോഗിക്കാവുന്ന മാസങ്ങൾ ഏതൊക്കെയാണ്? ഈ മാർച്ച് എടുത്ത് നോക്കിയേ. മാർച്ചിന്റെ പ്രത്യേകത ഉണ്ടോ? നവംബർ നോക്കിയേ. മാർച്ച് 1 വെൻസ്ഡേ എന്ന് കാണുന്നുണ്ട്, ബുധനാഴ്ച. നവംബർ 1 നോക്കിയേ, അതേ സെയിം കലണ്ടറിൽ ഉപയോഗിക്കണേ. അതേ സെയിം കലണ്ടറാണ് മാർച്ചില്. ഈ മാർച്ചിലെ വേറൊരു ഡേറ്റ് എടുത്ത് നോക്കിയേ. ഫ്രൈഡേ കണ്ടോ? മാർച്ചിലെ ഫ്രൈഡേ കണ്ടോ? 3-ാം തീയതി ഫ്രൈഡേ. നവംബറിന്റെ ഫ്രൈഡേ കണ്ടോ? 3-ാം തീയതി. കാണാൻ പറ്റുന്ന സൂം ചെയ്ത് നോക്കൂ കേട്ടോ, അതിനകത്ത് കാണാൻ കിട്ടും. അപ്പോ നവംബറില് ഇതില് എല്ലാ ഒരേ ദിവസങ്ങളായിരിക്കും, ഒരേ കലണ്ടർ ആയിരിക്കും. ഈ മാസങ്ങളിൽ, മാർച്ച്, നവംബർ മാസങ്ങളിൽ ഒരേ കലണ്ടർ ആയിരിക്കും. പിന്നെ ഏതൊക്കെ മാസങ്ങളിലാ? 21 എടുത്ത് നോക്കിയേ, ട്യൂസ്ഡേ. നവംബറിലും 21 ട്യൂസ്ഡേ. കാണാലോ എല്ലാവർക്കും? കണ്ടോ? 21 ട്യൂസ്ഡേ. പിന്നെ ഏതൊക്കെ മാസങ്ങളാണ് ഉള്ളത്? ഏപ്രിൽ ഏതൊക്കെയുള്ള സെയിം കലണ്ടർ പിന്നെ ഏതൊക്കെയാ? ഏപ്രിൽ മാസം ഉണ്ട്, ജൂലൈ മാസം ഉണ്ട്. ഏപ്രിലും ജൂലൈയും ഒന്ന് എടുത്ത് നോക്കിയേ, നമുക്ക് കാണാൻ സാധിക്കുമല്ലോ. ഏപ്രിൽ കണ്ടോ? ഏപ്രിൽ 4-ാം തീയതി കണ്ടോ? ജൂലൈ 4 നോക്കിയേ, ട്യൂസ്ഡേ അല്ലേ, ചൊവ്വാഴ്ചയല്ലേ വരുന്നത്. അതുപോലെ 12-ാം തീയതി എടുത്ത് നോക്കിയോ. 12-ാം തീയതി, ഏപ്രിൽ 12-ാം തീയതി ഏതാ വരുന്നത്? വെൻസ്ഡേ, ബുധനാഴ്ച. ജൂലൈയിലും അങ്ങനെ തന്നെയാണ് വരുന്നത്, സിമിലർ ആണ്. അപ്പോൾ ഒരേ കലണ്ടർ ആയിരിക്കും ഈ മാസങ്ങളിൽ, ഒരേ കലണ്ടർ ആയിരിക്കും ഈ മാസങ്ങളിൽ വരുന്നത്. പിന്നെ അതുപോലെ വരുന്ന ഒരു മാസമാണ് സെപ്റ്റംബർ, ഡിസംബർ. എടുത്തു നോക്കി കേട്ടോ, അതുപോലെ തന്നെ ഒരേ കലണ്ടർ ഉപയോഗിക്കാവുന്ന മാസങ്ങളാണ് സെപ്റ്റംബർ, ഡിസംബർ മാസങ്ങൾ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കുക. നമുക്ക് അടുത്തൊരു പോയിന്റിലേക്ക് പോവാം. മാർച്ച്, നവംബർ ഒരേ കലണ്ടർ ഉപയോഗിക്കാവുന്ന മാസങ്ങളായി പറയുന്നത്. ഇപ്പൊ നമ്മളിപ്പോ ചർച്ച ചെയ്ത മാസങ്ങളാണ് ഒരേ കലണ്ടർ ഉപയോഗിക്കാവുന്ന മാസങ്ങൾ. ഏതൊക്കെയാണ്? മാർച്ച്, നവംബർ. പിന്നെ ഏതാണ്? ഏപ്രിൽ, ജൂലൈ. മാർച്ച്, നവംബർ, ഏപ്രിൽ, ജൂലൈ, സെപ്റ്റംബർ, ഡിസംബർ. മാർച്ച്, നവംബർ MN നമ്പ്യാർ എന്ന് ഓർക്കുക, അല്ലെങ്കിൽ മംഗലശ്ശേരി നീലകണ്ഠൻ എന്ന് ഓർക്കുക. മാർച്ച്, നവംബർ ഒരേ കലണ്ടർ ഉപയോഗിക്കാം. APJ നമുക്ക് അടുത്തൊന്ന് ഏപ്രിലിന്റെ AP ഇടുക.
ജൂലൈയുടെ ജെ എടുക്കുക. APJ അബ്ദുൽ കലാമിനെ ഓർത്ത് കഴിഞ്ഞാൽ ഈ മാസങ്ങൾ നമുക്ക് കണക്ട് ചെയ്യാം. ഏപ്രിലും ജൂലൈയിലും നമുക്ക് ഒരേ കലണ്ടറാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ. സെപ്റ്റംബർ ഡിസംബർ ഒരേ കലണ്ടർ ഉപയോഗിക്കുന്ന മാസങ്ങളാണ് സെപ്റ്റംബർ. SD കാർഡ് എന്ന് ഓർക്കുക. SD എന്ന് ഓർക്കുക. വേറെ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എങ്ങനെയാന്ന് വെച്ചാൽ കണക്ട് ചെയ്തു. SD കാർഡ് സെപ്റ്റംബർ ഡിസംബർ ഇത്രയും മാസങ്ങളിൽ, മാർച്ച് നവംബർ ഏപ്രിൽ ജൂലൈ സെപ്റ്റംബർ ഡിസംബർ എന്നീ മാസങ്ങളിൽ ഒരേ കലണ്ടറാണ് ഉപയോഗിക്കുന്നത്. ഒരേ കലണ്ടർ. ഓക്കെ. എല്ലാവർക്കും ക്ലിയർ ആണോ? മനസ്സിലാകുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാവോ, ചാറ്റ് ചെയ്യാവോ? മനസ്സിലാകുന്നുണ്ടോ? ഓക്കെ ഓക്കെ. ഇനി നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് അടുത്തൊരു സ്ലൈഡിലേക്ക് നോക്കാം. ചുവടെ കൊടുത്തിരിക്കുന്നതിൽ ഏതെല്ലാം മാസങ്ങളിൽ ഒരേ കലണ്ടർ ഉപയോഗിക്കാം? ഒന്ന് കമന്റ് ചെയ്യാവോ? ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏതെല്ലാം മാസങ്ങളിൽ ഒരേ കലണ്ടർ ഉപയോഗിക്കാം? ഓപ്ഷൻസ് ഏതൊക്കെയാണ്? മാർച്ച് നവംബർ ജനുവരി ഡിസംബർ മാർച്ച് മെയ് ഏപ്രിൽ ഡിസംബർ. ഒന്ന് കമന്റ് ചെയ്യാമോ? ഏതാ ഉത്തരം എന്നുള്ളത് നമുക്കൊന്ന് ഇന്ററാക്റ്റീവ് ചെയ്ത് പോവല്ലേ കുറച്ചും കൂടി ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടാണ് നിങ്ങളോട് കമന്റ് ചെയ്യാൻ ആവശ്യപ്പെടുന്നത്. ഓക്കെ, വെരി ഗുഡ്. ഓപ്ഷൻ എ മാർച്ച് നവംബർ. നമ്മുടെ MN നമ്പ്യാരുടെ ഉത്തരമാണ് ശരി. ഇതിനകത്ത് മാർച്ച് നവംബർ ആണ് സിമിലർ ആയിട്ടുള്ള ദിവസം ഒരേ കലണ്ടർ വരുന്ന മാസങ്ങൾ ഓപ്ഷനിൽ കൊടുത്തിരിക്കുന്നതിൽ. ഇതിനകത്ത് ഒറ്റയാനെ കണ്ടെത്തുക. ഇതിനകത്ത് ഏതാണ് ഒറ്റയാൻ? വ്യത്യസ്തമായത് ഏതാണ്? ജൂലൈ. ഇതിന്റെ പ്രത്യേകത എന്താണ്? ജൂലൈ ഏപ്രിൽ നവംബർ ജൂൺ. നമ്മൾ ഏതൊക്കെ മാസങ്ങളാണ് പഠിച്ചേ? വ്യത്യസ്തമായത് ഏതൊക്കെയാന്ന് പഠിച്ചിട്ടുണ്ടോ? നമ്മൾ ആദ്യം പറഞ്ഞു, ഇവിടെ പറഞ്ഞു 4 ഏപ്രിൽ ജൂൺ സെപ്റ്റംബർ നവംബർ. ഏപ്രിൽ ഏത് മാസമാണ്? എത്രാമത്തെ മാസമാണ് ഏപ്രിൽ? ഏപ്രിൽ 4ാമത്തെ മാസമാണ്. 4ാമത്തെ മാസം. കലണ്ടർ കാണാലോ. ജൂൺ എത്രാമത്തെ മാസമാണ്? 6ാമത്തെ മാസമാണ്. ജൂൺ എത്രാമത്തെ മാസമാണ്? 6ാമത്തെ മാസമാണ് ജൂൺ. 6. സെപ്റ്റംബർ എത്രാമത്തെ മാസമാണ്? 9ാമത്തെ മാസമാണ്. നവംബർ എത്രാമത്തെ മാസമാണ്? 11ാമത്തെ മാസമാണ്. അപ്പൊ നമുക്ക് 30 ദിവസമുള്ള മാസങ്ങൾ എങ്ങനെ കണക്ട് ചെയ്യാം? 4, 6, 9, 11 മാസങ്ങൾ ഉള്ള 4, 6, 9, 11 മാസങ്ങൾ 30 ദിവസങ്ങളാണ്. ബാക്കിയെല്ലാം 31 ആണെന്ന് ഒന്ന് കണക്ട് ചെയ്ത് വെക്കാം. 4, 6, 9, 11. ഏതൊക്കെ മാസങ്ങളായിരുന്നു? മാസങ്ങൾ ഒന്നുകൂടെ ഓർത്തു വെക്കാനായിട്ട് എളുപ്പമാണ് പറഞ്ഞത്. നാല്, 6, 9, 11. 4, 6, 9, 11 മാസങ്ങളിലെ പ്രത്യേകം എന്താണ്? ഈ മാസങ്ങളിൽ 30 ദിവസം ഉണ്ടാവുള്ളൂ ഒരു വർഷം. ഒരു മാസത്തിൽ 30 ദിവസങ്ങൾ, ബാക്കി എല്ലാത്തിനും 31 ഉണ്ടാവും. ലീപ് ഇയർ ആണെങ്കിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പൊ ഇത് ഓർക്കാനായിട്ട് നമുക്കറിയാലോ ജനുവരി 12 മാസങ്ങളുള്ളത്. ഇതിനകത്ത് 4ാമത്തെ മാസം നമുക്ക് കണക്ട് ചെയ്തെടുക്കാം. മറ്റേതെല്ലാം പഠിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ 30 ദിവസം ഉള്ളത്. അല്ലെങ്കിൽ ചിലർക്കൊക്കെ കയ്യിലൊക്കെ നോക്കിയിട്ട് കണക്ട് ചെയ്യാൻ അറിയായിരിക്കും. അങ്ങനെ അറിയാവുന്നവർ അങ്ങനെ ചെയ്തോളാം. അല്ലാത്തവര് 4, 6, 9, 11 മാസങ്ങൾ ഓർത്ത് വെക്കാം. ഈ നമ്പർ ഓർത്ത് വെക്കാം. ഫോൺ നമ്പർ ഓർത്ത് വെക്കും പോലെ ഓർത്ത് വെച്ചാൽ മതി. 4, 6, 9, 11 മാസങ്ങൾ. ഓക്കെ. അപ്പൊ ഇവിടെ വ്യത്യസ്തമായത് ഏതാണ്? ആർക്കാണ് ഒന്ന് കമന്റ് ചെയ്യാവോ? ഇതിനകത്ത് എന്താ പ്രത്യേകത എന്നുള്ളത്?
ഒന്ന് കമന്റ് ചെയ്തിട്ട് പറയാവോ? വ്യത്യസ്തമായത് എന്താ പ്രത്യേകത? നമ്മൾ പഠിച്ച കൂടുതൽ എന്തെങ്കിലും കണക്ട് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കിയേ. നമ്മൾ ഏതൊക്കെ 4ാമത്തെ മാസം ഏതാണ്? ഏപ്രിലാണ്. ഏപ്രിൽ. പിന്നെ 6ാമത്തെ മാസം ജൂണാണ്. പിന്നെ 9ാമത്തെ സെപ്റ്റംബർ. 11 നവംബർ. ഇതിനകത്ത് ഏതൊക്കെ വന്നു? ഏപ്രിൽ 30 ദിവസമുള്ള ഏപ്രിൽ വന്നു, 30 ദിവസമുള്ള ജൂൺ വന്നു, പിന്നെ ഏതാ 30 ദിവസമുള്ള നവംബർ വന്നു. അപ്പൊ ഏതാണ് ഉത്തരം? ഇതിനകത്ത് കറക്റ്റ് ഉത്തരം ഏതാണ്? ജൂലൈ ആണ്. ജൂലൈ ആണ്, ജൂലൈ. ഓക്കെ, വെരി ഗുഡ്. കുറെ പേര് ഉത്തരം പറയുന്നുണ്ട്, വെരി ഗുഡ്. അപ്പൊ ഇതിന്റെ ഉത്തരം ഏതാണ്? ജൂലൈ ആണ്, ജൂലൈ. ഓക്കെ, എല്ലാവർക്കും കണക്ട് ആയെന്ന് വിചാരിക്കുന്നു. ഇതിന്റെ പുറത്തെ ബാക്കി എല്ലാത്തിലും 30 ദിവസമുള്ള ജൂലൈയിൽ 31 ദിവസമുണ്ട്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇനി അടുത്തൊരു മോഡലാണ് അധിവർഷം. അധിവർഷത്തിന്റെ പ്രത്യേകത എന്താണ്? ഫെബ്രുവരിയിൽ മോഡൽ 2ാമത്തെ ഒരു മോഡലാണ് ഇപ്പൊ കണ്ടത്. നമ്മൾ മോഡൽ 1 കണ്ടത്. 2ാമത്തെ മോഡൽ എന്താണ്? അധിവർഷം എന്താണെന്ന് പറയണേ. അധിവർഷം ഫെബ്രുവരിയിൽ 29 ദിവസങ്ങൾ വരുന്ന വർഷങ്ങളെ അധിവർഷം എന്ന് വിളിക്കുന്നു. അധിവർഷത്തിന്റെ പ്രത്യേകത നമ്മൾ ആദ്യം തന്നെ സംസാരിച്ചതാണ്. 366 ദിവസങ്ങൾ ഉണ്ടാവും. അധിവർഷത്തിൽ എത്ര ദിവസങ്ങൾ ഉണ്ടാവും? അധിവർഷത്തിൽ ഫെബ്രുവരിയിൽ 29 ദിവസവും അധിവർഷത്തിൽ ആകെ 366 ദിവസങ്ങളും ഉണ്ടാവും. സാധാരണ വർഷമാണെങ്കിൽ എന്താണ്? ഫെബ്രുവരിയിൽ 28 ദിവസം ഉണ്ടാവുള്ളൂ. ആ വർഷം 365 ദിവസം ഉണ്ടാവും. 4 വർഷം കൂടുമ്പോൾ സംഭവിക്കുന്നതാണ് അധിവർഷം. ഓക്കെ, ഇപ്പൊ ചില ആൾക്കാരുടെയൊക്കെ ബർത്ത്ഡേ ഫെബ്രുവരി 29 തീയതി വരും. 29 തീയതി ബർത്ത്ഡേ വരുന്നവരുടെ പ്രത്യേകത എന്താണ്? അവർക്ക് 4 വർഷത്തിൽ ഒരിക്കലാണ് ബർത്ത്ഡേ ആഘോഷിക്കാൻ സാധിക്കുകയുള്ളൂ. ശരിയല്ലേ? അധിവർഷം കണ്ടെത്തുന്ന ഒരു മെത്തേഡ് നമുക്ക് നോക്കിയാലോ? അധിവർഷം കണ്ടെത്തുന്നത് എങ്ങനെയാന്ന് നമുക്ക് നോക്കാം. അധിവർഷം കണ്ടെത്തുന്നത് നൂറ്റാണ്ടിനെ സൂചിപ്പിക്കുന്ന വർഷമാണെങ്കിൽ ആ വർഷത്തെ 4 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയണം. നൂറ്റാണ്ടിനെ സൂചിപ്പിക്കാത്ത വർഷമാണെങ്കിൽ, നൂറ്റാണ്ട് എന്ന് പറയുന്നത് എന്താണ്? നൂറ്റാണ്ട് നമ്മൾ ലാസ്റ്റ് നൂറ്റാണ്ട് ഏതാന്ന് നോക്കാം. 100 വർഷം കൂടുമ്പോൾ ഉണ്ടാകുന്ന നൂറ്റാണ്ട് 100 വർഷങ്ങളുടെ ഗുണിതങ്ങളായിരിക്കാം. അപ്പൊ നൂറ്റാണ്ട് എന്ന് പറയുന്നത് ഏതാണ്? 2000. ലാസ്റ്റ് നൂറ്റാണ്ട് ഏതാണ്? 2000 ആണ്. 2000. ഓക്കെ, അതിനു മുമ്പ് ഏതായിരുന്നു? 1900 ആയിരുന്നു. ഇനി അടുത്തത് ഏതായിരിക്കും? 2100 ആണ്. അപ്പൊ നൂറ്റാണ്ട് എന്ന് പറയുന്നത് ഇങ്ങനെയുള്ളതാണ്. അപ്പൊ നൂറ്റാണ്ടിനെ സൂചിപ്പിക്കാത്ത വർഷം എന്ന് പറയുമ്പോൾ ഏതൊക്കെയായിരിക്കും? ഇതിന് ഇടയ്ക്കുള്ളത് 2024 നൂറ്റാണ്ടിനെ സൂചിപ്പിക്കാത്ത വർഷമാണ്. 2024, 2023, അങ്ങനെ ഇതിനിടയ്ക്കുള്ള എല്ലാ വർഷങ്ങളും നൂറ്റാണ്ടിനെ സൂചിപ്പിക്കാത്ത. ഈ വർഷങ്ങളെ 4 കൊണ്ട് ഹരിച്ചാൽ, നിശേഷം ഹരിക്കാൻ കഴിഞ്ഞാൽ, പൂർണ്ണമായിട്ട് ഹരിക്കാൻ കഴിഞ്ഞാൽ അത് അധിവർഷം അഥവാ ലീപ്പ് ഇയർ ആയിരിക്കും. അധിവർഷം അഥവാ ലീപ്പ് ഇയർ ആയിരിക്കും. 23 എടുത്തിട്ട് നമുക്ക് നോക്കിയാലോ? ഈ 4 കൊണ്ട് നിശേഷം ഹരിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് ലാസ്റ്റ് 2 ഡിജിറ്റ് ഇല്ലേ? ഇവിടെ 23 എടുത്താൽ മതി. 23-നെ നമുക്ക് 4 കൊണ്ട് നിശേഷം ഹരിക്കാൻ സാധിച്ചാൽ അത് അധിവർഷം അഥവാ ലീപ്പ് ഇയർ ആയിരിക്കും. ഇവിടെ 23-നെ കൊണ്ട് സാധിക്കുമോ? ഇല്ല. 24 പറ്റുമോ? 24 പറ്റും. 6 കൊണ്ട് പൂർണ്ണമായിട്ട് പോകും, ഡിവൈഡ് ചെയ്ത് പോകും. അപ്പൊ 2024 ഒരു ലീപ്പ് ഇയർ ആണ്. 2023 ഒരു സാധാരണ വർഷമാണ്. ഇത്തരം കാര്യം നൂറ്റാണ്ടിനെ സൂചിപ്പിക്കാത്ത കാര്യത്തിൽ അത് മനസ്സിലായില്ലേ? ഇനി നൂറ്റാണ്ടിനെ സൂചിപ്പിക്കുന്ന വർഷമാണെങ്കിൽ ആ വർഷത്തെ എന്തുകൊണ്ട് 400 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയണം. 400 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിഞ്ഞാൽ മാത്രമാണ് അത് ലീപ്പ് ഇയർ ആവുള്ളൂ. 4 കൊണ്ട് മാത്രം നോക്കിയാൽ പോരാ. 4 കൊണ്ട് നോക്കിയാൽ പോരാ, 400 കൊണ്ട് നിശേഷം ഹരിക്കാൻ സാധിക്കണം. അങ്ങനെയാണെങ്കിൽ 1900 പറ്റുമോ? 1900 പറ്റുമോ? പറ്റില്ല.
കാരണം 4 കൊണ്ട് നിശേഷം കഴിക്കാൻ പറ്റില്ല. ഓക്കെ, 2000 പറ്റുമോ? 2000 പറ്റും. 400 5 14 20 2000 പറ്റും. 2000 ഒരു ലീപ്പ് ഇയർ ആണ്. 2100 പറ്റുമോ? 2100 സാധിക്കില്ല. നിശേഷം കഴിക്കാൻ കഴിയില്ല. 4 കൊണ്ട് നിശേഷം കഴിക്കാൻ കഴിയാത്ത ഇയർ ആണ്. 1600 പറ്റുമോ? 1600 എല്ലാവരും ഒന്ന് കമന്റ് ചെയ്തേ. നൂറ്റാണ്ടിൽ 4 കൊണ്ട് നിശേഷം കഴിക്കാം. ഒന്ന് കമന്റ് ചെയ്ത് നോക്കിയേ. യെസ്, സാധിക്കും സാധിക്കും. 1600 ഒരു ലീപ്പ് ഇയർ ആണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കിയാലോ. ഫെബ്രുവരി മാസത്തിൽ 29 ദിവസമുള്ള വർഷം ഏതാണെന്നാണ് ചോദ്യം. ഫെബ്രുവരി മാസത്തിൽ 29 ദിവസമുള്ള വർഷം ഏതാണെന്നാണ് ചോദ്യം. എങ്ങനെ കണ്ടുപിടിക്കും? കണ്ടുപിടിക്കാൻ പാടില്ലേ? സാധിക്കും. ഇത് നൂറ്റാണ്ടിനെ സൂചിപ്പിക്കാത്ത വർഷങ്ങളല്ലേ തന്നേക്കണേ? അതെ, നൂറ്റാണ്ടിനെ സൂചിപ്പിക്കാത്ത വർഷമാകുമ്പോൾ ലാസ്റ്റ് 2 ഡിജിറ്റ് എടുത്താൽ മതി. എല്ലാത്തിനും 2 ഡിജിറ്റ് എടുക്കുക, 4 കൊണ്ട് ഹരിക്കുക. ലാസ്റ്റ് 2 ഡിജിറ്റ് എടുക്കുക, 4 കൊണ്ട് ഹരിക്കുക. 95 പറ്റുമോ? 4 കൊണ്ട് പറ്റുമോ? പറ്റില്ല. പറ്റുമോ? ഇതിനകത്ത് ഉത്തരം ഒന്ന് കമന്റ് ചെയ്തോ, ആരെങ്കിലും കിട്ടിയെങ്കിൽ. ഇത് പറ്റില്ല. 2003 പറ്റുമോ? 4 കൊണ്ട് പറ്റുമോ? ലാസ്റ്റ് 2 ഡിജിറ്റ് പറ്റില്ല. 10 പറ്റുമോ? 10നെയും കൊണ്ടും പറ്റില്ല. ഇവിടെ ഉത്തരം ഏതാണ്? ഉത്തരം വരുന്നത് 1912 ആണ്. 12ന് 4 കൊണ്ട് നിശേഷം കഴിക്കാം. അതുകൊണ്ട് ഉത്തരം ഫെബ്രുവരി മാസത്തിൽ 29 എന്ന് പറയുമ്പോൾ അതിവർഷം അല്ലേ? 29 എന്ന് പറയുമ്പോൾ അതിവർഷമാണ്. അതിവർഷമായതുകൊണ്ട് 4 കൊണ്ട് നിശേഷം കഴിക്കാവുന്ന ഇയറുകളെ മാത്രമാണ് പരിഗണിക്കാൻ പറ്റുള്ളൂ ഉത്തരമായിട്ട്. ഇവിടെ നമ്മുടെ ഉത്തരം 1912 ആണ്. ഓക്കെ ഓക്കെ, വെരി ഗുഡ്. ചിലരൊക്കെ ആൻസർ ചെയ്തിട്ടുണ്ട്. ക്ലാസ് എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ടോ? ഒന്ന് കമന്റ് ഇടാവോ, ഒന്ന് ചാറ്റ് ചെയ്യാവോ? നമ്മളൊരു ഓൺലൈൻ സംവിധാനത്തിലായതുകൊണ്ട് മനസ്സിലാവുന്നുണ്ടോ? ക്ലാസ് മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ ഓക്കെ ഓക്കെ. അതിവർഷം ഏതാ എന്നൊരു ചോദ്യമുണ്ട്. ഇതിനകത്ത് ഏതായിരിക്കും ഉത്തരം? ഇത് എല്ലാ നൂറ്റാണ്ടുകളാണ് അല്ലേ? ഇവിടെ തന്നിരിക്കുന്നത് എല്ലാ നൂറ്റാണ്ടുകളാണ്. 100ന്റെ ഗുണിതങ്ങളാണ്. ലാസ്റ്റ് 2 ഡിജിറ്റ് 0 ആണ്. നൂറ്റാണ്ടുകളാണ്. ഇതിനകത്ത് അതിവർഷം ഏതാണ്? 1800 അതിവർഷമാണോ? അതിവർഷം അല്ല. 400 ശേഷം കഴിക്കാൻ സാധിക്കില്ല. 1100 ആണോ? അല്ല, സാധിക്കില്ല നമുക്ക്. 1500 ആണോ? അല്ല, 1500നെയും നമുക്ക് 400 ശേഷം കഴിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ഇത് അതിവർഷം അല്ല. 2000 അതിവർഷമാണോ? നമ്മൾ കുറച്ചു മുമ്പ് നോക്കിയത് 2000 അതിവർഷമാണോന്ന്. 2000 അതിവർഷമാണ്. അതുകൊണ്ട് ഇവിടുത്തെ ഉത്തരം ഏതാണ്? ചിലരൊക്കെ കമന്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളോ? ഓക്കെ, ഉത്തരം കറക്റ്റ് ആണ്. 2000 ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. കറക്റ്റ് ആണ്. താഴെ തന്നിട്ടുള്ളതിൽ ഏതാണ് അതിവർഷം? ഏതാണ് താഴെ തന്നിട്ടുള്ളതിൽ അതിവർഷം ഏതാണ്? എങ്ങനെ കണ്ടുപിടിക്കും? ഇതിനകത്ത് നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം അല്ലെ? ഓപ്ഷൻ എ തന്നെ നമുക്ക് 2 ഡിജിറ്റ് എടുക്കാം. 4 4 കൊണ്ട് നിശേഷം കഴിക്കാൻ സാധിക്കും. അപ്പൊ എന്തായാലും ഉത്തരം എ ആണെന്ന് എല്ലാവർക്കും ധാരണ കിട്ടി കാണും.
1900 പറ്റുമോ? നൂറ്റാണ്ടാണ്. പറ്റുമോ? 400 കൊണ്ട് നിശേഷം കഴിക്കാൻ പറ്റുമോ? പറ്റില്ല. 2002 4 കൊണ്ട് നിശേഷം കഴിക്കാൻ പറ്റുമോ? 2 ഡിജിറ്റ്? ഇല്ല, പറ്റില്ല. 74 പറ്റുമോ? അതും പറ്റില്ല. അപ്പൊ ഉത്തരം ഓപ്ഷൻ എ 1704 ആണ് തന്നിട്ടുള്ളതിൽ അതിവർഷം. അതിവർഷത്തിൽ പെടാത്തത് ഏത് എന്നാണ് ചോദ്യം. ഇതിനകത്ത് ചോദ്യത്തിൽ വ്യത്യാസമുണ്ട്. അതിവർഷത്തിൽ പെടാത്തത് ഏത്? ഇത്ര നമ്മൾ പെട്ടതാണ് നോക്കിക്കൊണ്ടിരുന്നത്. പെടാത്തത് ഏതെന്ന് കണ്ടുപിടിച്ചേ. അതിവർഷത്തിൽ പെടാത്തത് ഏതാ? 20 അതിവർഷത്തിൽ പെടുവോ? ലാസ്റ്റ് 2 ഡിജിറ്റ്. 4 പറ്റും. ഇത് അതിവർഷമാണ്. 56 പറ്റൂലേ? 4 കൊണ്ട് 1 4 16 14 പറ്റും. ഇത് പറ്റും. 70 പറ്റൂലേ? 70 പറ്റുമോ? 4 കൊണ്ട് 4 30 പറ്റില്ല. അപ്പൊ ഇവിടെ ഉത്തരം ഏതാണ്? ഇതായിരിക്കും ഉത്തരം. 96 പറ്റും. ഓക്കെ, അപ്പൊ ഇവിടെ അതിവർഷത്തിന്റെ ഉത്തരം ഏതാണ്? സി ആണ് ഉത്തരം. സി കറക്റ്റ്. സി ആണ് ഇതിന്റെ ഉത്തരം. അടുത്തത് അതിവർഷത്തിൽ പെടാത്തത് ഏത്? അതിവർഷത്തിൽ പെടാത്തത് ഏത്? നിങ്ങളൊന്ന് ചെയ്തു നോക്കിയിട്ട് ഒന്ന് പറഞ്ഞേ. നമ്മൾ പഠിച്ചതില് 2000 അതിവർഷമാണ്. 44 അതിവർഷം അല്ലേ? 4 കൊണ്ട് പറ്റില്ലേ? പറ്റും. ഇത് അതിവർഷമാണ്. 2100 അതിവർഷമാണോ? താഴത്ത് നോക്കിയേ, ഡി നോക്കിയേ. 88 വരില്ല 4 കൊണ്ട്. 2 ഡിജിറ്റ്. ഇതും പറ്റും. അപ്പൊ ഇവിടെ ഉത്തരം ഏതാണ്? ഇതിന്റെ ഉത്തരം സി ആണ്. സി 2100 എന്നുള്ളതാണ് ഇതിന്റെ ഉത്തരം. 2100. ആയിരത്തി 990 വർഷത്തിൽ ജനുവരി, ഫെബ്രുവരി, മാർച്ച്. അപ്പൊ അടുത്ത മോഡൽ 3 അടുത്ത വേറൊരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്ത് നോക്കാൻ പോകുന്നത്. 1990 വർഷത്തിൽ ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസങ്ങളെല്ലാം കൂടി എത്ര ദിവസങ്ങൾ ഉണ്ടെന്നാണ് ചോദ്യം. 1990 ഏതൊക്കെയുണ്ട്? ജനുവരി, ഫെബ്രുവരി, മാർച്ച് എല്ലാം വരുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം കൂടി എത്ര ഉണ്ടെന്നാണ്. ജനുവരിയിൽ എത്ര ഉണ്ടാവും? നമുക്കൊന്ന് നോക്കാം. ജനുവരിയിൽ 1990 സാധാരണ വർഷമാണ്. ജനുവരിയിൽ എത്ര ഉണ്ട്? 31 ദിവസം ഉണ്ടാവും. ഫെബ്രുവരിയിൽ എത്ര ഉണ്ടാവും? സാധാരണ വർഷം ആയതുകൊണ്ട് 28 ദിവസം ഉണ്ടാവുള്ളൂ. 28 ദിവസം. മാർച്ചിൽ എത്ര ഉണ്ടാവും? മാർച്ചിൽ സാധാരണ വർഷമാണ് 31. 4, 6, 9, 11 മാസങ്ങൾ. 4 എന്ന് പറയുന്നത് ഏപ്രിൽ, 6 ജൂൺ, 9 സെപ്റ്റംബർ, 11 നവംബർ. ഈ 4, 6, 9, 11 മാസങ്ങൾ മാത്രമാണ് 30 ദിവസങ്ങളുള്ളൂ. അപ്പൊ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ മെത്തേഡ് പറഞ്ഞു തരുന്നത്. ഇത് ഓർമ്മയിൽ വെച്ചാലാണ് ഈ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഇതൊന്നും കൂട്ടി വെക്കേ. 8, 9, 10, 0, 3, 5, 90. ഏതാ ഉത്തരം? ഏതാണ് ഇവിടെ ഉത്തരം? 90 ആണ്. ചിലരുടെ ഉത്തരം കമന്റ് ചെയ്താണ്ട് കറക്റ്റ് ആണ്. എല്ലാവർക്കും കിട്ടുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയാം, നമുക്ക് ഒന്നുകൂടെ പറഞ്ഞു പോവാം. അപ്പൊ 1990 വർഷത്തിൽ ജനുവരി എല്ലാ മാസങ്ങളും കൂടി 90 ദിവസമുണ്ട്. നമ്മൾ ഉത്തരം ഇതിനകത്ത് സൂചിയായിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് PDF കിട്ടുമ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. പിന്നീടാണെങ്കിൽ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഉത്തരം 90 ഓപ്ഷൻ എ ആണ്. അടുത്തൊരു ചോദ്യം നോക്കിയേ.
1988 ജനുവരി 26 മുതൽ 1988 മെയ് 15 വരെ എത്ര ദിവസങ്ങൾ ഉണ്ടെന്നാണ് ചോദ്യം. ഓക്കെ, 1988 ഈ 1988 അതിവർഷമാണോ അതോ സാധാരണ വർഷമാണോ? ഒന്ന് കമന്റ് ചെയ്യാവോ? അതിവർഷമാണോ, ലീപ്പ് ഇയർ ആണോ, ഓർഡിനറി ഇയർ ആണോ? 88 എടുക്കുക. 88 എടുക്കുമ്പോ എന്താണ്? 4 കൊണ്ട് നിശേഷം കഴിക്കാൻ പറ്റില്ലേ? പറ്റും. ഇത് അതിവർഷമാണോ? അതിവർഷമാണ്. 1988 അതിവർഷമാണ്. 1988 ജനുവരി 26 മുതലാണ് ചോദിക്കുന്നത്. ഏതാണ്? ജനുവരി 26 മുതൽ 1988 മെയ് 15 വരെയാണ് ചോദിക്കുന്നത്. അപ്പൊ എങ്ങനെ കണ്ടുപിടിക്കണേ? ജനുവരി 26 മുതൽ ജനുവരി 26 കൂടി ഉൾപ്പെട്ടാണ് ചോദിക്കുന്നത്. ജനുവരി 26 കൂടി ഉൾപ്പെട്ടാണ്. ജനുവരിയിൽ എത്ര ദിവസങ്ങളുണ്ട്? ആകെ 31 ദിവസങ്ങളുണ്ട്. ബാക്കി എത്ര അവശേഷിക്കുന്നുണ്ട്? ജനുവരി 26, 27, 28, 29, 30, 31. ജനുവരി 26 കൂടി കൂട്ടി 6 ദിവസങ്ങളുണ്ട്. ഇവിടെ ഇത് എഴുതണം 9 ഇത് തെറ്റാണ്, നമ്മുടെ ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണ്. ജനുവരി 6 ദിവസമാണ് ഇനി അവശേഷിക്കുന്നത്. അതെങ്ങനെ കിട്ടിയെന്ന് മനസ്സിലായില്ലേ? അതായത് ജനുവരി 26 മുതലാ ചോദിക്കണേ നമ്മളോട്. ജനുവരി 26 മുതൽ ചോദിക്കുമ്പോൾ ജനുവരിയിൽ ആകെയുള്ള ദിവസങ്ങൾ എത്രയാണ്? 31 ദിവസങ്ങളാണ് ഉള്ളത്. ഇതിനകത്തുനിന്ന് ഈ കുറച്ച് കഴിയുമ്പോൾ എത്രയാണ്? 26 കൂടി ഉൾപ്പെട്ട് വരും. 26-ാം തീയതി വരും, 26 വരും, 27 ഉൾപ്പെട്ട് വരും, 28 ഉൾപ്പെട്ട് വരും, 29 വരും, 30 വരും, 31 ഉള്ളതുകൊണ്ട് 31 കൂടി വരും. അപ്പോ 1, 2, 3, 4, 5, 6. അങ്ങനെയാണ് ഈ 6 എന്ന് പറഞ്ഞത്. ഈ 6 മനസ്സിലായല്ലോ? മനസ്സിലായില്ലോ എല്ലാവർക്കും എങ്ങനെ കിട്ടിയെന്നുള്ളതാ. അപ്പൊ ആ 6 ദിവസം. ഇനി ഫെബ്രുവരിയിൽ എത്രയുണ്ട്? ഇത് ലീപ്പ് ഇയർ ആയതുകൊണ്ട് ഫെബ്രുവരിയിൽ എത്രയുണ്ട്? 29 ദിവസമുണ്ട്. ഇത് ലീപ്പ് ഇയർ ആയതുകൊണ്ട് ഫെബ്രുവരിയിൽ 29 ദിവസമുണ്ട്. മാർച്ചില് 31 ദിവസമുണ്ട്. മാർച്ചിൽ 31 ദിവസമുണ്ട്. ഓക്കെ, ഏപ്രിൽ 30, മെയ് 15. ഇതെല്ലാം കൂടി കൂട്ടുമ്പോൾ എത്രയാണ് ഉത്തരം വരുന്നത്? എത്ര വരും? ഒന്ന് കമന്റ് ചെയ്തേ. എത്രയായിരിക്കും ഇതിന്റെ ഉത്തരം? നിങ്ങൾ ബുക്കൊക്കെ ആയിട്ടാണോ ഇരിക്കുന്നത്? എല്ലാവരും ചെയ്ത് നോക്കുന്നുണ്ടോ? ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ എല്ലാവർക്കും? ഈ തെറ്റാണല്ലോ, ജനുവരി 5 ഡേ അല്ലേ? ജനുവരി 5 ഡേ ആണ്. ഇവിടെ ജനുവരിയുടെ ബാലൻസ് 5 ദിവസമാണ്. പക്ഷെ ഇതിനകത്ത് ഒരു കുഴപ്പമുണ്ട്. ജനുവരി ചോദ്യം ശ്രദ്ധിക്കുക. ചോദ്യത്തിലേക്ക് ഒന്നുകൂടെ നോക്കുക. എന്താ പ്രത്യേകത? ഫാത്തിമ ഓപ്ഷൻ എ പറയുന്നുണ്ട്. നമുക്ക് നോക്കാം ഏതാണ്. ഇതിനകത്ത് ജനുവരി 26 മുതൽ 26 കൂടി ഉൾപ്പെടുത്തിയാ ചോദിച്ചേക്കണേ. മനസ്സിലാകുന്നുണ്ടോ? 26 കൂടി. നമ്മളിപ്പോ 31 മൈനസ് 26 എടുത്തു കഴിഞ്ഞാൽ എന്താ കിട്ടണേ? 5 കിട്ടുന്നത്. ശരിയാണ്. പക്ഷെ 5 കിട്ടിക്കഴിഞ്ഞാൽ ഈ ജനുവരി 26 ഉൾപ്പെടുവോ? ജനുവരി 26 ഉൾപ്പെടില്ല. അപ്പൊ അന്നേരം ഒരു ദിവസത്തെ വ്യത്യാസം വരും. അപ്പോ ഇവിടെ ഉത്തരം ഓപ്ഷൻ എ ആണ്. 111 ഉത്തരം. ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നുകൂടെ പറഞ്ഞുതരാം. എന്നിട്ട് ആർക്കെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നുകൂടെ പറഞ്ഞുതരാം. സ്റ്റാർട്ട് ചെയ്യും. ഹലോ, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. നമുക്ക് ഇപ്പൊ ഇത് ഓക്കെ ആണോ എല്ലാവർക്കും? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ? ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റനിലേക്ക് പോവാം.
അടുത്തൊരു ക്വസ്റ്റ്യൻ. 1/1/1899 1/1/1899 മുതൽ 31/12/1900 വരെ 2 ദിവസം ഉൾപ്പെടെ എത്ര ദിവസങ്ങളുണ്ടെന്നാണ് ചോദ്യം. 2 ദിവസം ഉൾപ്പെടെ എത്ര ദിവസങ്ങളുണ്ട് എന്നാണ് ചോദ്യം. എങ്ങനെ കണ്ടുപിടിക്കാം? നമ്മളിവിടെ 1/1 അതായത് ജനുവരി 1 1899 മുതൽ ചോദിക്കുന്ന ഏതാണ്? ഡിസംബർ 31 1900 വരെയാണ് ചോദിക്കുന്നത്. ഇതിൽ എത്ര ദിവസങ്ങൾ ഉണ്ടെന്നാണ് ചോദ്യം. എത്ര ദിവസങ്ങളുണ്ട്? നമുക്കൊന്ന് നോക്കാം. ജനുവരി 1 മുതൽ 1/1/1899 മുതൽ 31/12/1899 വരെ എത്രയുണ്ട്? ഒരു വർഷമായോ? കംപ്ലീറ്റ് ആയില്ലേ? ഇത് സാധാരണ വർഷമാണ്. സാധാരണ വർഷമല്ലേ? ലീപ്പ് ഇയർ ആയിരുന്നെങ്കിൽ നമുക്ക് 366 ദിവസം വന്നേനെ. ലീപ്പ് ഇയർ ആണോ അത്? ലീപ്പ് ഇയർ അല്ല. അതുകൊണ്ട് തന്നെ ഈ വർഷത്തിൽ എത്രയേ ഉള്ളൂ? 365 ദിവസമേ ഉള്ളൂ. ഓക്കെ. അപ്പൊ 1/1/1899 മുതൽ 31/12/1899 വരെ എത്രയുണ്ട്? 365 ദിവസമാണുള്ളത്. എത്ര ദിവസമാണുള്ളത്? 365 ദിവസം. ഇവിടെ തീർന്നോ? കഴിഞ്ഞില്ല. അടുത്തത് തുടങ്ങുവാണ്. അടുത്ത വർഷം തുടങ്ങുവാണ്. 1/1/1900 മുതൽ 31 ഇവിടെ പറഞ്ഞ ഈ ഡേറ്റ് കണ്ടോ? 31/12/1900 വരെ. ഇത് എത്രയുണ്ട്? അതുകൊണ്ട് 365. ഈ രണ്ടും കൂടി 2 വർഷമുണ്ട്. 1999 900 സാധാരണ വർഷങ്ങളാണ്. അത് ഓക്കെ, അത് മനസ്സിലായല്ലോ. ഈ ഇതുവരെ 2 വർഷമുണ്ട്. 2 വർഷം. 365 സാധാരണ 2 വർഷങ്ങളാണ്. അപ്പൊ 365 + 365 എത്രയാണ് ഉത്തരം വരിക? 730. കറക്റ്റ്. എല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. 730 കറക്റ്റാണ്. ഉത്തരം 730 ആണ്. വെരി ഗുഡ്. നമുക്ക് അടുത്തൊരു മോഡലിലേക്ക് പോയാലോ? അടുത്തൊരു മോഡൽ 4. ചോദ്യം പറയുന്നതിന് മുമ്പ് നമുക്ക് ഓഡ് ഡേയ്സ് എന്ന് പറഞ്ഞാൽ എന്നാന്ന് നോക്കാം. ആദ്യം ഞാൻ പറഞ്ഞു 7 ദിവസങ്ങൾക്ക് ഒരു മാസത്തിൽ 7 ദിവസങ്ങളായിട്ട് അതിന്റെ ബിൽഡിംഗ് ബ്ലോക്ക് ആയിട്ടാണ്, അടിസ്ഥാനമായിട്ടാണ് ഒരു കലണ്ടർ നിർമ്മിച്ചു പോകുന്നത് എന്ന് പറഞ്ഞു. അത് ഇവിടെ ഒക്കെ ആവശ്യം വരുന്നതുകൊണ്ടാണ് അത് എടുത്തു പറഞ്ഞത്. ഈ 7ന് പ്രത്യേകതയുണ്ട്. ഓക്കെ. അതിന്റെ പ്രത്യേകത എന്താണ്? ഒറ്റപ്പെട്ട ദിവസം അഥവാ ഓഡ് ഡേയ്സ് കണ്ടുപിടിക്കാം. തന്നിരിക്കുന്ന വർഷം അല്ലെങ്കിൽ മാസം അല്ലെങ്കിൽ ദിവസത്തെ എത്രയാണോ അതുകൊണ്ട് 7 കൊണ്ട് ഭാഗിച്ചാൽ കിട്ടുന്ന ശിഷ്ടമാണ് ഓഡ് ഡേയ്സ്. 7 കൊണ്ട് ഭാഗിച്ചാൽ കിട്ടുന്ന ശിഷ്ടമാണ് ഓഡ് ഡേയ്സ്. അത് നിങ്ങൾക്ക് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാകും. നമുക്കൊന്ന് ചെയ്തു നോക്കാം. ഇന്ന് ശനിയാഴ്ചയാണെങ്കിൽ 27 ദിവസം കഴിഞ്ഞാൽ ഏതു ദിവസമായിരിക്കും? ഇന്ന് ഏത് ദിവസമാണ്? ശനിയാഴ്ചയാണ്. 27 ദിവസം കഴിഞ്ഞാൽ ഓക്കെ, 27 ദിവസം കഴിഞ്ഞാലെന്നാണ് ചോദിക്കണേ. അപ്പൊ എന്ത് ചെയ്യണം? 27നെ നമ്മൾ 7 കൊണ്ട് ഹരിച്ച് ഓഡ് ഡേയ്സ് കണ്ടുപിടിക്കണം. ഒറ്റപ്പെട്ട ദിവസങ്ങൾ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പൊ എത്രയാണ്? 7 3 21 ബാക്കി 6. ശിഷ്ടം എത്ര കിട്ടി? 6 കിട്ടി. ശിഷ്ടം 6 കിട്ടി. അപ്പൊ എത്രയാണ്? ഓഡ് ഡേയ്സ് 6 ഓഡ് ഡേയ്സ് ഉണ്ട്. 6 ഓഡ് ഡേയ്സ് ഉണ്ട്. അപ്പൊ ഉത്തരം എങ്ങനെ വരും?
ഉത്തരം എങ്ങനെ വരും? ശനി പ്ലസ് 6 ഓഡ് ഡേയ്സ് എന്ന് വരും. 6 ഓഡ് ഡേയ്സ്. ശനി പ്ലസ് 6 ഓഡ് ഡേയ്സ്. ശനിയുടെ കൂടെ 6 ഓഡ് ഡേയ്സ് കൂടണം. ശനി 1 2 3 4 5 6 ഓഡ് ഡേയ്സ് കൂടണം ശനിയുടെ കൂടെ. അപ്പൊ ഇവിടെ ഉത്തരം ശനി, ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി. വെള്ളി ഓപ്ഷനിലുണ്ടോ? വെള്ളി ഓപ്ഷനിലുണ്ട്. ഉത്തരം ഏതാണ്? വെള്ളിയാണ് ഉത്തരം. പലർക്കും കിട്ടിയെന്നുള്ളോ? എല്ലാവർക്കും കിട്ടി കാണും. കറക്റ്റ് ആണ് ഉത്തരം. ഉത്തരം ഏതാണ്? വെള്ളിയാണ് കറക്റ്റ് ഉത്തരം കേട്ടോ. വെള്ളി. ഓപ്ഷൻ സി വെള്ളി. ഇത് മനസ്സിലാകാത്തവരാരെങ്കിലും ഉണ്ടോ? ഒന്നുകൂടെ പറയേണ്ട ആവശ്യമുണ്ടോ? സാർ ഒന്നുകൂടെ പറയോ? ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ. സാർ ഒന്നുകൂടെ പറയോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഹലോ, ക്ലിയർ ആവുന്നുണ്ടോ ഇതിനകത്ത്? ഹലോ, ആ ഓക്കെ. ഒന്നുകൂടെ പറയാം കേട്ടോ. ഒന്നുകൂടെ പറയാം. ഇന്ന് ശനിയാഴ്ച ആണെങ്കിൽ 27 ദിവസം കഴിഞ്ഞിട്ടുള്ള, ഇത് ഏത് ദിവസമാണെന്ന് ചോദിക്കണം. 27 ദിവസം കഴിഞ്ഞിട്ട്. ഇപ്പൊ ഇന്ന് ഞായറാണെങ്കിൽ ആലോചിക്കുക. ഇന്ന് ഞായറാന്ന് വിചാരിക്കാം. നമ്മുടെ 2 3 4 5 6 7 8. ഇനി എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് നമുക്ക് അടുത്ത ഒരു ഞായർ വരിക? ഇന്നിപ്പോ ഞായറാണ്. എത്ര ദിവസം കഴിഞ്ഞാലാണ് ഇനി അടുത്ത് വരിക? തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി, ഞായർ. അടുത്ത 7 ദിവസം കഴിഞ്ഞാലേ വരുള്ളൂ. അതുകൊണ്ടാണ് ഇതിനെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത്. 7 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ 27-നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ശിഷ്ടം 6 കിട്ടും. അതായത് ശനി കഴിഞ്ഞിട്ടുള്ള 6-ാമത്തെ ദിവസം ഏതാണോ ശനി പ്ലസ് 6 ഓഡ് ഡേയ്സ്, അതാണ് 27-ാമത്തെ ദിവസം. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ? ശനി കഴിഞ്ഞിട്ട് വരുന്ന 6-ാമത്തെ ദിവസം. 6 ഓഡ് ഡേയ്സ് ഉണ്ട് മിച്ചം. 7-ാമത്തെ ദിവസം ആയിട്ടില്ല. 7 ദിവസം വന്നില്ല. ഫുള്ളായിട്ട് ഡിവൈഡ് ചെയ്ത് പോവുകയാണെങ്കിൽ എന്താണ്? ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എന്തെങ്കിലും ക്ലാരിറ്റിയിൽ വ്യത്യാസം കൊണ്ട് പറയാം. ഒരു ദിവസം കൂടി. ഇപ്പൊ 7 ആയിരുന്നെങ്കിൽ എന്താണ്? സെയിം ഡേ ഇതായിരുന്നു. ഇതിന്റെ ഉത്തരം ഏതാണ്? വെള്ളിയാണ്. 7-ാമത്തെ ദിവസം ആയിരുന്നെങ്കിൽ അതേ ദിവസം തന്നെ വന്നേനെ. ശരിയല്ലേ? ശനിയാഴ്ച വന്നേനെ. ഇത് 6 ഓഡ് ഡേയ്സ് ഉള്ളതുകൊണ്ടാണ് വെള്ളി വന്നത്. ഇത് 7-ാമത്തെ ഓഡ് ഡേയ്സ് ആയിരുന്നെങ്കിൽ അത് 28 ആണെങ്കിൽ എന്താണ് സംഭവിക്കുക? പൂർണ്ണമായിട്ടും ഇത് 0 ആയപ്പോ ശിഷ്ടമില്ല. അപ്പൊ ശനി വരും. ശനി പ്ലസ് 0 ഓഡ് ഡേയ്സ് വരും. അപ്പൊ ശനി തന്നെ വരും. ഓക്കെ, ഇത് ക്ലിയർ ആയോ? നമുക്ക് 1-2 ക്വസ്റ്റ്യൻ കൂടി ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലാരിറ്റി കിട്ടും. നിങ്ങൾക്ക് സംസാരിക്കാതെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. മൈക്ക് അൺമ്യൂട്ട് ചെയ്തുണ്ട്. ഡൗട്ട് ഉണ്ട് ചോദിക്കാം. ക്ലിയർ ആയോ? റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ലാന്നുള്ളേ ഉണ്ടെങ്കിൽ ഒന്ന് പറയൂ. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ?
സ്റ്റാർട്ട് ചെയ്യാവോ? ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ വ്യക്തമാണെങ്കിൽ നമുക്ക് പോവാൻ. ഇവിടെ ഉത്തരം വെള്ളിയാണ്. ഇന്ന് തിങ്കളാഴ്ചയാണെങ്കിൽ 75 ദിവസങ്ങൾക്ക് ശേഷം, ഇന്ന് തിങ്കളാഴ്ചയാണെങ്കിൽ 75 ദിവസങ്ങൾക്ക് ശേഷം വരുന്ന ദിവസം എന്താഴ്ചയായിരിക്കും എന്നാണ് ചോദ്യം. ഇതുപോലെ ചോദ്യങ്ങളൊക്കെ ചോദിക്കാറുള്ളതാണ്. ഇന്ന് എന്താണ്? തിങ്കളാഴ്ചയാണ്. ഇന്ന് തിങ്കളാണ് എങ്കിൽ 75 ദിവസം കഴിഞ്ഞിട്ടുള്ള ദിവസം ചോദിക്കണേ. ഇങ്ങനെ ചോദ്യം വരുമ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ 75-നെ 7 കൊണ്ട് ഹരിച്ച് ഓഡ് ഡേയ്സ് കണ്ടുപിടിക്കണം. കാരണം 7 കൊണ്ട് ഹരിക്കുമ്പോ എത്രയാണ്? 75-നെ 7 കൊണ്ട് ഹരിക്കുമ്പോ 10, 70, ബാക്കി 5, ശിഷ്ടം 5 വരും. ശരിയല്ലേ? ശിഷ്ടം 5 വരും. അപ്പൊ തിങ്കൾ പ്ലസ് 5 ഓഡ് ഡേയ്സ് എന്ന് വരും. 5 ഓഡ് ഡേയ്സ്, മിച്ചമുള്ള 5 ദിവസങ്ങൾ തിങ്കളിന്റെ കൂടെ മിച്ചമുള്ള എത്രയുണ്ട്? 5. 1, 2, 3, 4, 5. തിങ്കൾ കഴിഞ്ഞിട്ട് 5-ാമത്തെ ദിവസമായിരിക്കും 75-ാമത്തെ ദിവസം. അത് ഏതായിരിക്കും എന്നാണ് ചോദ്യം. ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി. ഓക്കെ, ഇവിടെ ഉത്തരം ശനിയാണ്. ശനി. ഇപ്പൊ നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യുന്നുണ്ടല്ലോ. ഇന്ന് തിങ്കളാഴ്ചയാണെങ്കിൽ 75 ദിവസങ്ങൾക്ക് ശേഷം വരുന്ന ദിവസം ഏതാണെന്നാണ് ചോദ്യം. ഓക്കെ, 75 ദിവസങ്ങൾ. 75-നെ 7 കൊണ്ട് ഹരിച്ച് എന്ത് കണ്ടുപിടിക്കണം? ഓഡ് ഡേയ്സ് കണ്ടുപിടിക്കണം. ഓഡ് ഡേയ്സ് എത്രയുണ്ട്? 5 ഓഡ് ഡേയ്സ് ഉണ്ട്. ശിഷ്ടം 5 വരും. അപ്പൊ അതാണ് ഓഡ് ഡേയ്സ്. മിച്ചം വരുന്ന 5 ദിവസങ്ങൾ. ഓക്കെ, ആ 5 ഓഡ് ഡേയ്സിനെ തിങ്കളിന്റെ കൂടെ 5 ഓഡ് ഡേയ്സും കൂടി കൂട്ടുക. അപ്പൊ ഉത്തരം ശനിയാണ്. ശനി. ഓക്കെ, അടുത്ത ഒരു ചോദ്യം നിങ്ങൾ തന്നെ ചെയ്യണം, എന്നിട്ട് കമന്റ് ചെയ്യണം. എങ്കിലാണ് നിങ്ങൾക്ക് കിട്ടിയോന്ന് എനിക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ, അടുത്ത ചോദ്യം. അടുത്ത ചോദ്യം ഒന്ന് നോക്കിയേ, ഒന്ന് ചെയ്ത് നോക്കിയേ. അപ്പൊ ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യാവോ? കമന്റ് ചെയ്യാവോ ഉത്തരം? ഇന്ന് വ്യാഴാഴ്ചയാണെങ്കിൽ 105 ദിവസം കഴിയുമ്പോൾ ഏത് ദിവസമായിരിക്കും? ബുധൻ, വ്യാഴം, വെള്ളി, ശനി, ഏതായിരിക്കും? ഇന്ന് വ്യാഴാഴ്ചയാണെങ്കിൽ 105 ദിവസം കഴിയുമ്പോൾ ഏത് ദിവസമായിരിക്കും? ബി ഉത്തരം പറയുന്നവരുണ്ട്. ബി ഉണ്ട്. ബി ഉത്തരം പറയുന്നവരുണ്ട്. ബി ഉത്തരം പറയുന്നവരുണ്ട്. പഴയ ചാറ്റാണോ ഞാൻ നോക്കുന്നത്? ചാറ്റല്ലേ? ബി ഉത്തരം പറയുന്നവർ ഒത്തിരി ഉണ്ട്. നമുക്ക് ഇതൊന്ന് നോക്കാം. അപ്പൊ ആദ്യം പറഞ്ഞ ഒരു കൺഫ്യൂഷൻ കൂടി ഈ ക്വസ്റ്റിനോട് കൂടി മാറുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ ഉത്തരമാണ് പറയുന്ന എല്ലാവരും. അപ്പൊ 105-നെ 7 കൊണ്ട് ഹരിച്ചു നോക്കുക. എത്ര വരും? ഒരു പ്രാവശ്യം വരും. 7 വരും, 3 വരും, 35 വരും, 7, 5, 35 വരും. ശിഷ്ടം 0 വരും. 0 വരും ശിഷ്ടം. അപ്പൊ എന്താണ്? ശിഷ്ടം 0 ആണ്. ശിഷ്ടം വ്യാഴം പ്ലസ് 0 ഓഡ് ഡേയ്സ് ആണ്. 0 ഓഡ് ഡേയ്സ്. വ്യാഴം പ്ലസ് 0 ഓഡ് ഡേയ്സ്.
വ്യാഴം പ്ലസ് 0 ഓഡ് ഡേയ്സ് എന്ന് പറയുമ്പോൾ എത്രയാണ്? വ്യാഴം തന്നെയാണ് ഉത്തരം. ഏതാണ്? വ്യാഴം തന്നെയാണ് ഉത്തരം വരുന്നത്. 0 ഓഡ് ഡേയ്സ്. ഒരു ഓഡ് ഡേയ്സ് കൂടി വന്നായിരുന്നെങ്കിൽ എത്ര വന്നാനെ? വെള്ളി വന്നാനെ. ഇങ്ങനെയാണ് നമ്മൾ ഇത്ര ദിവസങ്ങൾ കഴിഞ്ഞുള്ള ദിവസങ്ങൾ ചോദിക്കുമ്പോൾ ഈ മോഡൽ ക്വസ്റ്റ്യൻസിന് ഓഡ് ഡേയ്സ് കണ്ടുപിടിക്കുക. ഓഡ് ഡേയ്സ് ശിഷ്ടമാണ്. ആ സംഖ്യയെ 7 കൊണ്ട് നിശേഷം ഹരിക്കുക. 7 കൊണ്ട് ഹരിക്കുക, അതിന്റെ ശിഷ്ടം കണ്ടുപിടിക്കുക, ഓഡ് ഡേയ്സ് കണ്ടുപിടിക്കുക. ആ ഓഡ് ഡേയ്സിന്റെ തന്നേക്കുന്ന ദിവസം പ്ലസ് ഓഡ് ഡേയ്സ് കൂട്ടി നോക്കുക. അപ്പൊ കിട്ടും. ഓക്കെ, എല്ലാവർക്കും ഓക്കെ അല്ലേ? നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ മോഡലിലേക്ക് പോയാലോ? അടുത്തൊരു മോഡല്. ഒരു സാധാരണ വർഷത്തിലെ ആദ്യ ദിവസവും അവസാന ദിവസവും ഒരേ ദിവസവുമായിരിക്കും. എന്താണ് ഈ പറയുന്നതിന്റെ പ്രത്യേകത? ഒരു സാധാരണ വർഷത്തിലെ ആദ്യ ദിവസവും അവസാന ദിവസവും ഒരേ ദിവസമായിരിക്കും. അതായത് 2010. അപ്പൊ എന്താ പറയാ, നമുക്കൊരു എക്സാമ്പിൾ പറയാം. ഒരു സാധാരണ വർഷം എന്ന് പറയുമ്പോൾ നമുക്ക് 2024 എടുക്കാൻ പറ്റുമോ? 2024 സാധാരണ വർഷമല്ല. എന്താണ്? ഒരു അതിവർഷമാണ്. അതിവർഷം. ഓക്കെ, അപ്പൊ നമുക്ക് സാധാരണ വർഷമായിട്ട് 2023 സാധാരണ വർഷമല്ലേ? 2023 ഒരു സാധാരണ വർഷമാണ്. 2023 ജനുവരി 1 ഞായർ ആണെങ്കിൽ എന്താണ് ആ വർഷത്തിന്റെ 2023 ഡിസംബർ 31 ഏതായിരിക്കും? ഡിസംബർ 31 അതേ ദിവസം തന്നെയായിരിക്കും, ഞായർ ആയിരിക്കും. അതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അതായത് ഒരു സാധാരണ വർഷത്തിലെ ആദ്യ ദിവസവും അവസാന ദിവസവും ഒരേ ദിവസമായിരിക്കും. 2010 ജനുവരി 1 വെള്ളിയാഴ്ചയാണെങ്കിൽ 2010 ഡിസംബർ 31 ഏത് ദിവസമായിരിക്കും? വെള്ളിയാഴ്ച തന്നെയായിരിക്കും. ഓക്കെ, ക്ലിയർ ആണോ എല്ലാവർക്കും? വെള്ളിയാഴ്ച തന്നെയാണ്. ഓക്കെ, അടുത്തൊരു ചോദ്യമാണ്. 2009 ജൂൺ 20 ശനിയെങ്കിൽ 2010 ജൂൺ 19 ഏത് ദിവസമായിരിക്കും? നമ്മൾ ആദ്യം ഒരു കാര്യം പറഞ്ഞു, അതും കൂടി ഒന്ന് ഓർമ്മ വച്ചിട്ട് ഈ ക്വസ്റ്റ്യൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലാരിറ്റി കിട്ടും. അതായത് 2023 ജനുവരി 1 മുതൽ 2023 ഡിസംബർ 31 വരെയാണ് ഒരു വർഷം. ശരിയല്ലേ? ഇതാണ് ഒരു വർഷം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ 2009 ജൂൺ 20 എന്ന് പറയുമ്പോൾ ജൂൺ 20 തൊട്ട് എന്താണ് 2010 ജൂൺ 19 വരെ. ജൂൺ 20 ആണെങ്കിൽ ജൂൺ 20 എന്നായിരുന്നെങ്കിൽ എന്തായിരിക്കും? ഒരു വർഷം ഒരു ദിവസം കൂടി ആയാണ്. ഇവിടെ ജൂൺ 19 വരെ തന്നേക്കണേ, അതിന് തൊട്ട് പിന്നിലത്തെ ദിവസം തന്നേക്കണേ. അതെന്തിനാണ്? അത് കൃത്യം ഒരു വർഷമാണ് തന്നേക്കുന്നത്. ഓക്കെ, കൃത്യം ഒരു വർഷമാണ് തന്നേക്കണേ. അപ്പൊ 2009 ജൂൺ 20 ശനിയാഴ്ച ആണെങ്കിൽ 2010 ജൂൺ 19 ഏത് ദിവസം ആയിരിക്കും എന്നാണ് ചോദ്യം. ഏത് ദിവസമായിരിക്കും? ശനി തന്നെയായിരിക്കും. ഓക്കെ, അത് ഉത്തരം ശനി തന്നെയായിരിക്കും. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്തൊരു മോഡലാണ്. ഒരു സാധാരണ വർഷത്തിലെ ആദ്യ ദിവസവും അവസാന ദിവസവും തമ്മിലുള്ള ബന്ധം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി ഒരു അതിവർഷത്തിലെ ആദ്യ ദിവസവും അവസാന ദിവസവും തമ്മിലുള്ള ബന്ധം എങ്ങനെയായിരിക്കും? അതിന്റെ പ്രത്യേകത എന്താണ്? ഒരു ദിവസം മുന്നോട്ടായിരിക്കും. ഒരു ദിവസം മുന്നോട്ടായിരിക്കും. അതായത് 2024 ജനുവരി 1 ഞായറാണെന്ന് ഇരിക്കട്ടെ.
ഞായർ. 2024 ഡിസംബർ 31 എന്ന് പറയുന്നത് എന്തായിരിക്കും? തിങ്കളായിരിക്കും. തിങ്കൾ. അത് എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത്? എന്തുകൊണ്ടായിരിക്കും അങ്ങനെ വന്നത്? ഈ ഫെബ്രുവരിയിലെ ഒരു 29 ദിവസം ആഡ് ചെയ്ത് വരുന്നില്ലേ, ലീപ് ഇയർ ആയതുകൊണ്ട് ആ ഒരു ദിവസത്തെ വ്യത്യാസമാണ് ഇവിടെ വരുന്നത്. ഓക്കെ, തിങ്കളായിരിക്കും. എല്ലാവർക്കും കിട്ടുന്നുണ്ടല്ലോ? സൗണ്ട് ക്ലിയർ അല്ലോ. അതേതാ? പറഞ്ഞോ. ഇതിന് മുമ്പത്തെ ആണോ ഒന്നുകൂടെ പറയേണ്ടത്? ഓക്കെ, പറയാം. കേക്കാവോ? സൗണ്ട് ഓക്കെ അല്ലേ? 2009 ജൂൺ 20 ശനിയാഴ്ച എങ്കിൽ 2010 ജൂൺ 19 ഏത് ദിവസം എന്നാണ് ചോദ്യം. നമ്മൾ ഈ മോഡലിന്റെ ഒരു സാധാരണ വർഷത്തിലെ ആദ്യ ദിവസവും അവസാന ദിവസവും ഒരേ ദിവസമായിരിക്കും. ഒരു സാധാരണ വർഷത്തിലെ 2010 ജനുവരി 1. ഇവിടെ ശ്രദ്ധിക്കട്ടോ. ഇവിടെ ശ്രദ്ധിച്ചോളൂ. 2010 ജനുവരി 1 വെള്ളിയാഴ്ച എങ്കിൽ 2010 ഡിസംബർ 31 ഏത് ദിവസം എന്നാണ് ചോദ്യം. ഏതാണ്? ഡിസംബർ 31 എന്ന് പറയുമ്പോൾ ഇത് ജനുവരി 1 തൊട്ട് 2010 ജനുവരി 1 തൊട്ട് 2010 ഡിസംബർ 31 വരെയാണ് ഒരു വർഷം. 2011 ജനുവരി 1 ആയി കഴിഞ്ഞാൽ ഒരു വർഷം ഒരു ദിവസം ആവൂലേ? അപ്പൊ ഇത് ഡിസംബർ. ഒരു വർഷം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. അതുകൊണ്ടാണ് ജനുവരി 1 തൊട്ട് വെള്ളിയാഴ്ച എങ്കിൽ ഈ ജനുവരി 1 വെള്ളിയാഴ്ച ആണെങ്കിൽ ഡിസംബർ 31 എന്തായിരിക്കും? വെള്ളി തന്നെയായിരിക്കും. ഓക്കെ, അതേ കൺസെപ്റ്റിൽ മറ്റേ അടുത്ത ചോദ്യം കൂടി ഒന്ന് നോക്കിയേ. 2009 ജൂൺ 20. 2009 ജൂൺ 20 ശനിയാഴ്ച എങ്കിൽ 2010 ജൂൺ 19 ഏത് ദിവസമായിരിക്കും? ജൂൺ 19. ആ തൊട്ട് പിന്നിലുള്ള അടുത്ത വർഷത്തെ തൊട്ട് പിന്നിലുള്ള ദിവസം. ഒരു വർഷമാണെങ്കിൽ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ എത്രയാണ്? ശനിയാണെങ്കിൽ ഇവിടെ ഉത്തരം ഏതാണ്? ശനി തന്നെയാണ്. ഇത് സാധാരണ വർഷം ആയതുകൊണ്ട്, 2 സാധാരണ വർഷം ആയതുകൊണ്ട് ശനി തന്നെയാണ് ഉത്തരം. ശനി. ഓക്കെ. 2012 ഡിസംബർ 25 നമ്മൾ പറഞ്ഞു. അടുത്ത മോഡല്. ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആയോ? മോഡൽ 6 ക്ലിയർ ആയോ? ഒരു സാധാരണ വർഷത്തിലെ ആദ്യ ദിവസവും അവസാന ദിവസവും തമ്മിലുള്ള ബന്ധം മനസ്സിലായി. അതിന്റെ ഒരു ദിവസം മുന്നോട്ടാണെന്ന് മനസ്സിലായില്ലേ? ഈ 2012 ജനുവരി 1 ശനിയെങ്കിൽ 2012 ഡിസംബർ 31 ഏത് ദിവസമാണ്? ശനിയെങ്കിൽ ഒരു ദിവസം മുന്നോട്ടായിരിക്കും. സാധാരണ വർഷമാണെന്നെങ്കിൽ ഇതെന്ത് സംഭവിച്ചാനെ? 2012 ജനുവരി 1 2011 ജനുവരി 1 തൊട്ട് ഡിസംബർ 31 വരെയാണെങ്കിൽ എന്ത് സംഭവിച്ചാനെ? ഇതേ ദിവസം തന്നെ ശനിയാഴ്ച വന്നേനെ. ഇത് ലീപ് ഇയർ ആയതുകൊണ്ട് എന്താണ്? 2012 ജനുവരി 1 ശനിയാഴ്ച ആണെങ്കിൽ 2012 ഡിസംബർ 31 എന്ന് പറയുന്നത് ഞായറാഴ്ചയാണ്. ഒരു ദിവസം മുന്നിലായിരിക്കും. ഓക്കെ, ഒരു ദിവസം മുന്നോട്ടായിരിക്കും. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. മാർച്ച് 23 ബുധനാഴ്ച എങ്കിൽ 2012 മാർച്ച് 22 ഏത് ദിവസം എന്നാണ് ചോദ്യം. എല്ലാവർക്കും കിട്ടുന്നുണ്ടോ? സൗണ്ട് ക്ലിയർ ആണോ? ഓക്കെ. 2011 മാർച്ച് 23 2011 മാർച്ച് 23 ബുധനാഴ്ച എങ്കിൽ 2012 മാർച്ച് 22 ഏത് ദിവസം? 2011 ഒരു സാധാരണ വർഷമാണ്. അതിൽ എവിടെ തൊട്ടോ ചോദിച്ചേക്കണേ? മാർച്ച് 23 തൊട്ട്. 23 എന്താണ്? ബുധനാഴ്ചയാണെന്നാണ് പറഞ്ഞത്. ബുധൻ.
എങ്കിൽ 2012 മാർച്ച് 22. ഇത് 2012 മാർച്ച് 22 എന്ന് പറഞ്ഞു. അപ്പൊ എത്രയായി? ഒരു വർഷമായി. ശരിയല്ലേ? അടുത്ത വർഷത്തിലെ തൊട്ടടുത്ത ദിവസം കൂടി വന്നപ്പോഴത്തേനും മാർച്ച് 22, തൊട്ട് ബാക്കിലുള്ള ദിവസം മാർച്ച് 23 തൊട്ട് ബാക്കിലുള്ള മാർച്ച് 22 വന്നു. അപ്പൊ ഇത് ഒരു വർഷമായി. ഈ ഒരു വർഷത്തിനൊരു പ്രത്യേകതയുണ്ട്. 2011 സാധാരണ വർഷമാണെങ്കിലും ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഫെബ്രുവരി കഴിഞ്ഞിട്ടുള്ള മാർച്ച് കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങളാണ് ഒന്നാണ് 12-ൽ. പക്ഷേ ഫെബ്രുവരി 2012 ലീപ് ഇയർ ആണ്. അവിടെ ഫെബ്രുവരിയിൽ 29 ദിവസമുണ്ട്. ശരിയല്ലേ? ഫെബ്രുവരിയിൽ 29 ദിവസമുണ്ട്. ഓക്കെ. അപ്പൊ ഇതിനകത്ത് എത്ര ദിവസം ഉണ്ടെന്നാണ്? 22 ഏത് ദിവസം എന്നാണ് ചോദ്യം. ഏത് ദിവസമാണ്? 2011 മാർച്ച് 23 മുതൽ 2012 മാർച്ച് 22 വരെ ഒരു വർഷമായി പരിഗണിക്കാം. ഓക്കെ. ഈ കാലഘട്ടത്തിലെ ഫെബ്രുവരിയിൽ 2012 ഫെബ്രുവരി 29 ദിവസം വരും. ഈ കാലഘട്ടത്തിലെ ലീപ് ഇയർ ആയതുകൊണ്ട് ഇത് ലീപ് ഇയർ ആയിട്ട് പരിഗണിക്കണം. ഓക്കെ. അപ്പൊ ഇതിന്റെ ഉത്തരം ഏതായിരിക്കും? നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയേ, ഒന്ന് കമന്റ് ഇട്ടേ. 2011 ബുധൻ, വ്യാഴം. ഇതിന്റെ ഉത്തരം ഏതാണ് വന്ന? ലീപ് ഇയർ ആണ്. ഒരു ദിവസം മുന്നോട്ട് പോകണം. ബുധൻ, വ്യാഴം ആണ് ഉത്തരം ശരി. ഏതാണ്? വ്യാഴാണ് ഉത്തരം ശരി. ഓക്കെ. വ്യാഴമാണ് ഉത്തരം ശരി. എല്ലാവർക്കും ക്ലിയർ ആയില്ല? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 2000 ജനുവരി 16 ഞായറാഴ്ച എങ്കിൽ 2001 ജനുവരി 15 ഏത് ദിവസം? 2000 ജനുവരി 16 ഞായറാഴ്ച എങ്കിൽ 2001 ജനുവരി 15 ഏത് ദിവസം? ചോദ്യം ഇതാണ്. 2000 ജനുവരി 16 ഞായർ, 2001 ജനുവരി. ഇവിടെ 2000 ലീപ് ഇയർ ആണ്. 2000 ലീപ് ഇയർ ആയതുകൊണ്ട് 2000-ൽ ഫെബ്രുവരി 29 ദിവസം വരും. അപ്പൊ ഇത് ലീപ് ഇയർ ആയിട്ട് കാണണം. ഇപ്പൊ ഒന്ന് കണ്ടുപിടിച്ചേ, ഉത്തരം ഏതായിരിക്കും? ഉത്തരം ഏതായിരിക്കും? ഓക്കെ, കറക്റ്റ്. ഉത്തരം ശരിയാണ്. തിങ്കളാണ് ഉത്തരം. ഓക്കെ, തിങ്കളാണ് ഉത്തരം വരുന്നത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. (2008) ജനുവരി 1 ചൊവ്വാഴ്ച ആയാൽ 2009 ഹലോ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ആർക്കെങ്കിലും എന്തെങ്കിലും പറയാണ്ടി ചോദിക്കാം. ക്ലിയർ ആവുന്നുണ്ടോ? ക്ലാസ് ക്ലിയർ ആവുന്നുണ്ടോ? മാത്സ് ആയതുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്തു പോകുന്നതുകൊണ്ടാണ് ഇച്ചിരി ലാഗായിട്ട് പോകുന്നത്. അൺമ്യൂട്ട് ചെയ്തിട്ടൊന്ന് ആരെങ്കിലും ഒന്ന് സംസാരിക്കാവോ? കമന്റ് ഇടാവോ? സംസാരിക്കാൻ പറ്റുമോ? കമന്റ് ഇടുക, എന്തെങ്കിലും ചെയ്യാവോ? ക്ലാസ് കണ്ടിന്യൂ ചെയ്യാം, വേറെ ഒന്നുമില്ലെങ്കിൽ. ഓക്കെ. അടുത്ത ചോദ്യം എന്താണ്? 2008 ജനുവരി 1 ചൊവ്വാഴ്ച ആയാൽ 2009 ജനുവരി ഏത് ദിവസമാണെന്നാണ് ചോദ്യം. ഒന്ന് ഉത്തരം കണ്ടുപിടിക്കാവോ? ഒന്ന് കണ്ടുപിടിച്ചിട്ട് കമന്റ് ഇടാവോ? ചാറ്റ് ചെയ്തേ. നിങ്ങളാരും സ്വന്തമായിട്ടൊന്ന് കണ്ടുപിടിച്ച് നോക്കിയേ. കിട്ടുന്നുണ്ടോ? 2008 ജനുവരി 1 ചൊവ്വാഴ്ച. 2008-ന് ഒരു പ്രത്യേകതയുണ്ട്. 2008 എന്താണ്? അധിവർഷമാണ്. 2008 അധിവർഷമാണ്. ഫെബ്രുവരി 29 ദിവസമുണ്ട്. ചൊവ്വാഴ്ച ആയാൽ 2009 ജനുവരി 1 ചോദിക്കണേ. ഒന്ന് ഉത്തരം കമന്റ് ചെയ്തേ.
കിട്ടുന്നുണ്ടോ? ഇവിടെ ഉത്തരം 2009 ജനുവരി 1 ചോദിച്ചേക്കുന്നത്. ഏതാണ് ഉത്തരം? 2008 ജനുവരി 1 എന്താണ്? ചൊവ്വാഴ്ചയാണ്. 2008 ജനുവരി 1 ചൊവ്വാഴ്ചയാണ്. അങ്ങനെയാണ് 2008 ഡിസംബർ 31 എന്തായിരിക്കും? ഇത് ലീപ് ഇയർ ആയതുകൊണ്ട് ബുധനാഴ്ച ആയിരിക്കും. ഏത് ദിവസമായിരിക്കും? ബുധനാഴ്ച ആയിരിക്കും. ഓക്കെ, കറക്റ്റ്. വ്യാഴമാണ് ഉത്തരം. അപ്പൊ ഇതിന്റെ ഉത്തരം എന്താണ്? വ്യാഴാണ്. എങ്ങനെയാണ് വരുന്നത്? ഡിസംബർ 31 ലീപ് ഇയർ ആയതുകൊണ്ട് ഒരു ദിവസം മുന്നോട്ട് വരും. അത് ബുധനാണ്. ബുധൻ കഴിഞ്ഞിട്ടുള്ള തൊട്ടടുത്ത ദിവസമാണ് ചോദിക്കുന്നത്. വ്യാഴമാണ് ഉത്തരം. ഉത്തരം വ്യാഴമാണ്. ഓക്കെ. ആയിരത്തി 984 ജനുവരി 1 ഞായറാഴ്ച ആയിരുന്നുവെങ്കിൽ 31/12/1984 നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ രണ്ട് ക്വസ്റ്റ്യൻ കൂടെ ഉള്ളൂ. 1984 ജനുവരി 1 ഞായറാഴ്ച ആയിരുന്നുവെങ്കിൽ 31/12/1984 ഏത് ദിവസമായിരിക്കും? ചെയ്ത് നോക്കിയിട്ടൊന്ന് പറയാമോ? നിങ്ങൾക്ക് കിട്ടിയോന്നുള്ളത് ഈ ടൈപ്പ് ചോദ്യങ്ങൾ ഒത്തിരി നമ്മുടെ കേട്ടനെ ചോദിച്ചു വരുന്നുണ്ട് കേട്ടോ. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ഇതുപോലത്തെ 1984 ജനുവരി 1 ഞായറാഴ്ച ആയിരുന്നുവെങ്കിൽ 31/12/1984 ഏത് ദിവസമായിരിക്കും എന്നാണ് ചോദ്യം. ഓക്കെ. 1984 ഒരു അതിവർഷമാണ്. 4 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റും. ഓക്കെ. 1984 ഒരു ഞായറാഴ്ചയാണെങ്കിൽ 31/12/1984 ഏത് ദിവസമാണെന്ന് ചോദിക്കണം. ജനുവരി ഞായർ ആയതുകൊണ്ട് ഡിസംബർ 31 അതിവർഷം ആയതുകൊണ്ടും ഡിസംബർ 31 തിങ്കളാഴ്ചയാണ്. തിങ്കൾ ഉത്തരം ശരിയാണ്. നമുക്ക് ലാസ്റ്റ് ഒരേ ഒരു ക്വസ്റ്റ്യൻസും കൂടെ ഉള്ളൂ. അതും കൂടി ചെയ്ത് നോക്കാം. ഡിസംബർ 11 ഡിസംബർ 11 തിങ്കളാഴ്ച ആയാൽ 2001 ഡിസംബർ 12 ഏത് ദിവസമാണ്? ഏതായിരിക്കും? 2000 ഡിസംബർ 11 തിങ്കളാഴ്ച ആയാൽ 2001 ഡിസംബർ 12 ഏതാണ് ദിവസം? കറക്റ്റ് ആണ്. ഏതാണ്? 2000 ഡിസംബർ ആണ് ചോദിക്കുന്നത്. 2000 ഡിസംബർ 11 ചോദ്യം. ഈ ഡിസംബർ 11 2000 ഡിസംബർ 11 തിങ്കൾ ആണെന്നാണ് പറയുന്നത്. തിങ്കൾ. ഇവിടെ ചോദ്യം ഏതാണ്? 2001 ഡിസംബർ 12 ചോദ്യം. അപ്പൊ 2000 ഡിസംബർ 11 എന്ന് പറയുമ്പോ 2000 അതിവർഷമാണ്. പക്ഷെ 2000 ഫെബ്രുവരി കയറി വരുന്നില്ല. അതുകൊണ്ട് ഇത് സാധാരണ വർഷമായിട്ട് പരിഗണിക്കണം. ഈ 2000 ഒരു അതിവർഷമാണ്. പക്ഷെ 2000 ഡിസംബർ 11 തൊട്ടാണ് നമ്മളോട് ചോദിക്കുന്ന ചോദ്യം. അപ്പൊ 2001 ഡിസംബർ 10 വരെ എത്രയുണ്ട്? ഡിസംബർ 10 വരെ എത്രയായിരിക്കും? തിങ്കൾ ഒരു ദിവസം കൂടി വരും. 2001 ഡിസംബർ 10 എന്ന് പറയുന്നത് എന്താണ്? 2000 സാധാരണ വർഷം ആയതുകൊണ്ട് ഏതാണ്? ഒരു ദിവസം കൂടുതൽ വരുമോ? ഇല്ല. തിങ്കൾ തന്നെയാണ്. തിങ്കൾ. ഡിസംബർ 10 തിങ്കൾ. ഡിസംബർ 11 ഏത് വരും? ചൊവ്വ വരും. നമ്മളോട് ചോദ്യം ഏതാണ്? 12 ആണ്. ബുധനാണ് ഉത്തരം. ഏതാണ് ഉത്തരം? ബുധനാണ് ഉത്തരം. ഓക്കെ. എല്ലാവർക്കും കിട്ടിയോ? ബുധൻ ഉത്തരം കിട്ടിയോ? ഓക്കെ. അപ്പൊ നമ്മുടെ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. ആർക്കെങ്കിലും എന്തെങ്കിലും